ടെസ്റ്റ് എക്സസൈസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. കുറേ ട്രയാങ്കിൾസ് നമുക്ക് ഡോട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ട്രയാങ്കിൾസ് നമ്മൾ എഴുതണം. അതുപോലെ ആ ട്രയാങ്കിൾ ഡോട്ട് ഇട്ടിട്ട് നമുക്ക് ആ സീരീസും എഴുതണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ. ഇപ്പം നമുക്കറിയാം ഈ ട്രയാങ്കിൾസ് തന്നിട്ട് എത്ര ഇങ്ങനെ വരുമ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തേൽ എത്ര ഡോട്ട് ഉണ്ട് നമുക്ക് എഴുതാം. ആദ്യത്തേൽ 3 ഡോട്ട് ഉണ്ട് അല്ലേ? രണ്ടാമത്തേൽ എത്ര ഡോട്ട് ഉണ്ടെന്ന് നോക്കിയേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഡോട്ട് ഉണ്ട്. അടുത്തതിൽ വന്നപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ദേ 10 എഴുതി. ഇനി ഇവിടെ നോക്കിയാൽ നെക്സ്റ്റ് 3 ട്രയാങ്കിൾ ആണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ എന്ത് പ്രത്യേകത നിങ്ങൾ കാണുന്നതെന്ന് നോക്കിയേ. ആദ്യത്തെ ഈ 3നോട് 3 കൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് 6 കിട്ടി. പക്ഷെ ആ 3 ആണോ കൂട്ടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് 10 കിട്ടിയണേ? അല്ലല്ലോ. അവിടെ ഏതാ കൂട്ടിയേക്കണം? ഒരു നമ്പറോടെ 4 കൂട്ടിയപ്പോഴാണ് 10 കിട്ടിയേക്കണേ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതായിരിക്കും നമുക്ക് കൂട്ടേണ്ടത്? 5. നമ്മളൊരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സീക്വൻസ് ഇതുപോലെ നമ്മളിത് കമ്പയർ ചെയ്യണം. എന്ത് പ്രത്യേകത അവിടെ ഉള്ളതെന്ന് നോക്കണം. അപ്പോൾ അവിടെ എത്രയായിരിക്കും? 15 കൂട്ടി. അടുത്ത ഏതായിരിക്കും കൂട്ടണ്ടേ? 6 ആയിരിക്കും കൂട്ടിയേക്കണേ. അപ്പോൾ 21 ഡോട്ട് വേണം. അടുത്ത ഏതായിരിക്കും? 7 കൂട്ടണം. അപ്പോൾ 21 7 28 ഡോട്ട് വേണം, എക്സെട്ര. അപ്പോൾ നമുക്ക് വരുന്ന ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 15 ഡോട്ട് വേണം, 21 ഡോട്ട് വേണം, 28 ഡോട്ട് വേണം നമുക്ക് അടുത്ത് വരുന്ന ട്രയാങ്കിൾസിനകത്ത്. അപ്പോൾ ഹൗ മെനി ഡോട്ട്സ് ആർ ഇൻ ഈച്ച് കമ്പ്യൂട്ടർ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദിസ് നെക്സ്റ്റ് 3 ട്രയാങ്കിൾ എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 15 21 28 ആവും. വേണമെങ്കിൽ അത് ഡോട്ട് ലൈൻ ഇട്ട് കാണിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളിങ്ങനെ എഴുതിയാലും മതി.